പ്രിയപ്പെട്ടവരെ, മീനക്കൂറുകാരെ വിജയത്തിലെത്തിക്കുന്ന 10 കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. മീനക്കൂറ് എന്ന് പറയുമ്പോൾ പൂരുരുട്ടാതി അവസാന കാൽപാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണല്ലോ. ഈ കൂറിൽ ജനിച്ചവർ പലരും ഇന്ന് വളരെ ഉയർന്ന നിലയിൽ കാണപ്പെടുന്നുണ്ട്. എന്നാൽ കുറേയേറെ പേർ ഒരിടത്തും എത്താതെ പരീക്ഷീണരായിട്ട് കാണപ്പെടുന്നുമുണ്ട്. എന്തുകൊണ്ടാണ് കുറച്ചു പേർക്ക് ഉന്നതിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നു, കുറച്ചു പേർക്ക് അതിൻ്റെ പരിസരങ്ങളിൽ പോലും എത്തിച്ചേരാൻ കഴിയാതെ പോകുന്നു? ജാതകത്തിന്റെ നിലകളൊക്കെ പരിശോധിക്കുമ്പോൾ പല കാരണങ്ങളും അതിന് കണ്ടുപിടിച്ചേക്കാം. പക്ഷേ നമ്മുടെ ഉള്ളിലെ പ്രകൃതം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ വന്നുകൂടുന്നു എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാതിരിക്കാൻ കഴിയുകയില്ല. കാരണം മീനക്കൂറുകാരിൽ സവിശേഷമായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളെ കൃത്യമായിട്ട് വിനിയോഗിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഉയർന്ന സ്ഥാനത്തെത്തിയ എല്ലാവരെയും പോലെ തന്നെ ഇന്ന് കുറേയധികം പ്രശ്നങ്ങളിൽ പെട്ട് കിടക്കുന്നവർക്കും ജീവിതത്തിൽ പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ചിലപ്പോൾ നമ്മളിൽ ഉണ്ടാക്കുന്ന മാറ്റം നമ്മളെ അവിശ്വസനീയമായ രീതിയിൽ മാറ്റിയെടുക്കും എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ 10 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിന് വളരെയധികം മുതൽക്കൂട്ടാകും എന്നുള്ളതിൽ സംശയം വേണ്ട. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദ്രൻ മഠം. അപ്പോൾ മീനക്കൂറുകാരെ വിജയപഥത്തിലെത്തിക്കുന്ന 10 കാര്യങ്ങളിലെ ഒന്നാമത്തെ കാര്യത്തെ പറഞ്ഞു തുടങ്ങുന്നതിനേക്കാൾ 10ാമത്തെ കാര്യത്തിൽ നിന്ന് ഒന്നാമത്തേലേക്ക് വരാമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതെല്ലാം പ്രധാനപ്പെട്ട പോയിന്റുകളാണെങ്കിലും ഈ ഒന്നാമത് പറയുന്നൊരു കാര്യം ഉണ്ടായിരിക്കും. അത് ഈ വീഡിയോ കണ്ട് നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ അലയടിച്ച് കിടക്കണം. കാര്യം അവിടം തൊട്ടാണ് നമ്മുടെ പുരോഗതിയുടെ പ്രാരംഭം കുറിക്കുക. അപ്പോൾ നമുക്ക് 10ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ശുദ്ധ ഹൃദയത്വം എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ നിർമ്മലനാണ്, നല്ല വ്യക്തിയാണ് എന്നൊക്കെ പറയുന്നത് അയാളുടെ ശുദ്ധ ഹൃദയത്വം കൊണ്ടാണ്. അതായത് നന്മകളുടെ വഴിയിൽ മാത്രം സഞ്ചരിക്കുന്ന വ്യക്തിത്വം എന്നർത്ഥം. അങ്ങനെ നോക്കുമ്പോൾ മീനക്കൂറുകാരെല്ലാം നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരുപാട് മോശം പ്രകൃതമുള്ള മീനക്കൂറുകാരെ നമുക്ക് തന്നെ അറിയാൻ കഴിയുമല്ലോ. ഇവിടെ നമ്മൾ പറയുന്നത് ഈ വ്യക്തികളിൽ ഈ ശുദ്ധ ഹൃദയത്വം എന്ന് പറയുന്ന കാര്യമുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ടോ തങ്ങളുടെ ഈ വാസനകളെ മനസ്സിലാക്കാത്തത് കൊണ്ടോ അവർ ദുർവഴിയിലേക്ക് സഞ്ചരിക്കുന്നു എന്ന് മാത്രം. അതിൽ നിന്ന് കരകയറി വരാൻ ഇവർക്ക് വളരെ എളുപ്പവുമാണ്. മറ്റുള്ളവരാൽ അംഗീകരിക്കാതെ കിടക്കുന്ന പല വ്യക്തികളും തങ്ങളുടെ ആ ക്യാരക്ടറിലുള്ള ആ കുഴപ്പങ്ങളെ വളരെ പെട്ടെന്ന് നീക്കം ചെയ്യുകയും സമൂഹത്തിന്റെ ഗുണപരതയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ശുദ്ധഹൃദയം എപ്പോഴും നമുക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് സമാധാനവും സന്തോഷവും നൽകുന്നുണ്ട്. ഈ ശുദ്ധഹൃദയം കൊണ്ട് തന്നെ നമുക്ക് ഈശ്വര ദർശനം പെട്ടെന്ന് തന്നെ സാധ്യമാകുന്നതാണ്. പക്ഷേ കലർപ്പുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരു സ്വസ്ഥതയും കിട്ടുകയില്ല. നമ്മുടെ ജീവിത വിജയം തുടങ്ങുന്നത് തന്നെ നമ്മുടെ ആ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ആ തെളിഞ്ഞ മനസ്ഥിതിയോടുകൂടിയായിരിക്കും. ഇവിടെ ഇപ്പോൾ അങ്ങനെ ഒരു കഴിവ് നിങ്ങളിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ കൃത്യമായ ജപപദ്ധതികളിലൂടെ നിങ്ങൾ ആ ഒരു മൈൻഡ് നേടിയെടുക്കാൻ ശ്രമിക്കണം. അത് നിങ്ങൾക്ക് പുതിയൊരു വഴികാട്ടിയായി മാറുക തന്നെ ചെയ്യും. 9ാമത്തെ കാര്യം പഠിച്ച് മുന്നേറുന്നവർ എന്നുള്ളതാണ്. അതിനെ നമ്മൾ സാധാരണ പറയുന്ന കാര്യം അപ്ഡേറ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അതായത് ചിലര് പഠിച്ചു കഴിഞ്ഞു, ഇനി എനിക്ക് കൂടുതൽ പഠിക്കാനൊന്നുമില്ല, ഞാൻ ആവശ്യത്തിന് നിറഞ്ഞവനാണ് എന്നുള്ള രീതിയിൽ സഞ്ചരിക്കും. പക്ഷേ ഈ ലോകത്തിന്റെ ഒരു പോക്കനുസരിച്ച് നമ്മൾ പഠിച്ചു വെച്ചതെല്ലാം 1 വർഷം അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ തന്നെ ഔട്ട്ഡേറ്റഡ് ആയി പോകുന്ന കാര്യങ്ങളായിരിക്കും പലതും. കാര്യം നമ്മുടെ ചുറ്റുപാടുകളിലെ അറിവുകളും മറ്റും വികസിക്കുന്നത് അത്ര വേഗത്തിലാണ്. അപ്പോൾ പഠിച്ചു മുന്നേറുക, അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഗുണമുണ്ട്. അവർ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജീവിച്ച് പുതിയ കാലഘട്ടത്തിലേക്ക് നടന്നു പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ചുറ്റുപാടുകളെ മനസ്സിലാക്കാനും അതിനൊപ്പം സഞ്ചരിക്കാനും പുതിയ പുതിയ അറിവുകൾ സ്വായത്തമാക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ട്. അത് ഇവരുടെ ജീവിത നിലവാരത്തെ മെച്ചപ്പെടുത്തുന്നുണ്ട്, തൊഴിൽ സാധ്യതകളെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇവരെ സർവോപരി മികച്ച ഒരു സ്ഥാനത്തെത്തിക്കാൻ ഇവരുടെ ഈ പഠന താല്പര്യം വളരെ ഗുണം ചെയ്യുന്നതാണ്. ആദർശ ശുദ്ധിയുള്ളവർ എന്നുള്ളതാണ്. ഈ മനുഷ്യർക്ക് ചില ആദർശങ്ങളും ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് ഇവരുടെ ജീവിതത്തിലെ ചിലത് നെഗറ്റീവ് ആവും, ചിലത് പോസിറ്റീവ് ആവും. ഇവിടെ മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർ ആദർശ ശുദ്ധരാണ്. അതായത് ചില ആദർശങ്ങളിൽ മുറുകെ പിടിച്ച് ജീവിതത്തെ നല്ല രീതിയിൽ നയിക്കാൻ ഇവർ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. കാര്യം തങ്ങളുടെ ആദർശത്തെ വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ള നേട്ടങ്ങളിലേക്ക് ഇവർ പോകാറില്ല. ചില
നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ഗുണം കിട്ടുമെന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്താലും തങ്ങളുടെ ആ വിശ്വാസത്തെ മുറുകെ പിടിച്ച് നല്ല വഴിയിലൂടെ സഞ്ചരിക്കാനായിരിക്കും ഇവർക്ക് ഏറെ ഇഷ്ടം. ഇത് ഈ ആദർശശുദ്ധിയൊക്കെ കളഞ്ഞിട്ട് പോകുന്ന ചിലരുണ്ട്. അവർക്ക് പിന്നീട് കുറെ അധികം പ്രയാസങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരാറുണ്ട്. പൊതുവിൽ വിജയിച്ച മീനക്കൂറുകാരും തങ്ങളുടെ ആ നിലപാടുകളിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് വ്യതിചലിക്കുന്നവരല്ല. അതായിരിക്കും അവരുടെ ജീവിതത്തിന്റെ പുരോഗതിക്ക് കാരണവും. ഏഴാമത്തെ കാര്യം, ഭാവി കാര്യങ്ങളെ നേരത്തെ അറിയുന്നവർ. മീനക്കൂറുകാരിൽ ജ്യോതിഷർ ഒരുപാട് പേരുണ്ട്. എന്നാൽ അല്ലാതെ സാധാരണ ഈശ്വര വിശ്വാസമില്ലാത്തവരും ആകട്ടെ, ഇവർ ഭാവിയെക്കുറിച്ച് പറയുന്ന ചില പ്രവചനങ്ങളൊക്കെ സത്യമായി ഭവിക്കാറുണ്ട്. എനിക്കത് നേടാൻ പറ്റും, അത് നേടാൻ പറ്റില്ല, അയാൾക്കത് സംഭവിക്കും, അത് സംഭവിക്കില്ല എന്നിങ്ങനെ ഇവർ വലിയ ആലോചനകളൊന്നും ഇല്ലാതെ പറയുന്ന പല കാര്യങ്ങളും പിൽക്കാലത്ത് ഫലിക്കുന്നതായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ചിലർ പറയും, നീ അങ്ങനെ പറയരുതേ, നിന്റെ കരുനാക്കാണ്, ചിലപ്പോൾ നീ പറഞ്ഞാൽ അതുപോലെ സംഭവിച്ചേക്കും എന്നൊക്കെ ചിലർ പറയാറുണ്ട്. പക്ഷേ തങ്ങളുടെ ഭാവിയെ മുൻകൂട്ടി കാണാൻ ഒരു പ്ലാനിങ്ങോടുകൂടി സമീപിക്കാൻ കഴിയുന്ന ഒരു മനസ്ഥിതി കൊണ്ടാണ് ഇവരൊരു വസ്തുതയെ അവലോകനം ചെയ്ത് പറയാൻ കഴിയുന്നത്. അതായത് ഒരു ആസൂത്രണം ഇല്ലാത്തൊരു ജീവിതം പലപ്പോഴും തോന്നിയ വഴിക്കായിരിക്കും. ഇവിടെ മീനക്കൂറുകാർ പ്രധാനമായിട്ട് വിജയിക്കുന്നത് ഒരു പദ്ധതി ഉണ്ടാക്കി അതിനുവേണ്ടി പ്രയത്നിക്കുക എന്നുള്ള ഇവരുടെ ശീലം കൊണ്ടാണ്. അത് ഇവരുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ അടിത്തറ പാകുന്ന ഒന്നായിരിക്കും. ആറാമത്തെ കാര്യം, മാതാപിതാക്കളെ സ്നേഹിക്കുന്നവർ എന്നുള്ളതാണ്. അച്ഛനമ്മമാരെ പരിഗണിക്കുക, അവരെ സ്നേഹിക്കുക, നമ്മുടെ വ്യക്തമായ കടമകൾ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യജന്മത്തിൽ കിട്ടുന്ന ഏറ്റവും മൂല്യമുള്ള കാര്യങ്ങളാണ്. ചില സാഹചര്യങ്ങൾ കൊണ്ട് എല്ലാവർക്കും അതിന് കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. പക്ഷേ മീനക്കൂറുകാർ പരമാവധി തങ്ങളുടെ മാതാപിതാക്കളോട് ചേർന്ന് നിൽക്കാനും അവരെ പരിചരിക്കാനും അവരോടൊപ്പം സഞ്ചരിക്കാനും താല്പര്യപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ജീവിതത്തിൽ ഒട്ടനവധി ഗുണങ്ങൾ വന്നു ചേരും. പക്ഷെ ചില അവസരങ്ങളിൽ ഇവരുടെ ഈ സ്നേഹമോ ഇവരുടെ ഈ പരിഗണനയോ ചില മാതാപിതാക്കൾക്ക് മനസ്സിലാകാതെ പോകും. അത് ആ വ്യക്തികളുടെ കുഴപ്പം മാത്രമാണ്. ഒരു 90% നക്ഷത്രക്കാരും തങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അല്ലെങ്കിൽ തങ്ങളുടെ സ്വതന്ത്ര ജീവിതത്തിൽ മാതാപിതാക്കൾക്ക് വേണ്ടുന്ന കരുതലുകളെല്ലാം ചെയ്യുന്നവരാണ്. അങ്ങനെ പിതൃഗുണം നേടിയെടുക്കുന്ന വ്യക്തികളായിരിക്കും. അത് ഇവരുടെ ജീവിതത്തിൽ ഗുണപരത സമ്മാനിക്കുകയും ചെയ്യും. അഞ്ചാമത്തെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ നമ്പർ നൽകിയിട്ടുണ്ട്. ഇതിലൂടെ നിങ്ങൾ ചാനൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എന്ന് രാവിലെ ഒട്ടേറെ ഹൈന്ദവ ആചാര സംബന്ധമായ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതുമാണ്. അഞ്ചാമത്തെ കാര്യം, കലാനിപുണർ എന്നുള്ളതാണ്. മീനക്കൂറുകാർക്ക് കലാപരമായിട്ടുള്ള നല്ലൊരു കഴിവുണ്ടായിരിക്കും. ഇത് തിരിച്ചറിയുന്നവരുണ്ട്, ചിലർ ഇതിട്ട് ജീവിതത്തിൽ തിരിച്ചറിഞ്ഞില്ല എന്ന് വന്നേക്കാം. കലാപരമായിട്ടുള്ള ഈ വൈശിഷ്ട്യം ഇവർക്ക് ഈ ടെൻഷനുകളൊക്കെ മാറ്റിയെടുക്കാൻ വളരെ ഗുണകരമാണ്. മാത്രമല്ല സമൂഹത്തിന്റെ ഉന്നത തലത്തിലേക്ക് നടന്നു പോകാനും ഇവരുടെ കലാപരമായിട്ടുള്ള മികവുകൾ ഇവർക്ക് പ്രേരണ നൽകും. നാലാൾ കൂടുന്നിടത്ത് മറ്റുള്ളവരുടെ മുന്നിൽ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യിക്കാൻ തരത്തിലൊക്കെയുള്ള വളർച്ച ഇവർക്ക് ഈ കലാ വൈശിഷ്ട്യങ്ങൾ കൊണ്ട് നടക്കുകയും ചെയ്യും. എപ്പോഴും ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ നേടിയെടുക്കാൻ നമുക്ക് ഒരു പ്രത്യേക കഴിവുണ്ടെങ്കിൽ സാധ്യമാണല്ലോ. ഇവിടെ പൊതുവില് ഇവരുടെ കലാപരമായിട്ടുള്ള വൈശിഷ്ട്യം കൊണ്ട് ഇവർ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാറുണ്ട്. എന്നാൽ ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നും, എനിക്ക് വലിയ കഴിവുകളൊന്നുമില്ല, എനിക്ക് കലാപരമായിട്ടൊരു ഗുണമില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ ഉള്ളറകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയോ കലാപരമായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അതിന് നിങ്ങൾ പകുതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചു എന്ന് പറയുന്നതായിരിക്കും ഭേദം. അത് കണ്ടെത്തി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഇടയിൽ ഒരല്പം ഉയർന്ന തട്ടിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ ഈ കഴിവുകൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. നാലാമത്തെ കാര്യം, ചെറുപ്രായത്തിൽ തന്നെ സ്വന്തം കാലിൽ നിൽക്കുന്നവർ എന്നുള്ളതാണ്. അതെ, തികഞ്ഞ സ്വാതന്ത്ര്യകാംക്ഷികളാണ് ഈ മീനക്കൂറുകാർ. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം തൊട്ടേ മറ്റുള്ളവരിൽ നിന്ന് അധികം ധനം സ്വീകരിക്കുന്നതിനേക്കാൾ ഏറെ സ്വന്തം അധ്വാനത്തിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ള ചിന്താഗതിക്കാരാണ് ഇവരിൽ ബഹുഭൂരിപക്ഷം പേരും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പഠിച്ച് നല്ലൊരു ജോലിയിൽ കയറണമെന്നോ ബിസിനസ് ചെയ്ത് നല്ലൊരിടത്ത് എത്തണമെന്നോ അങ്ങനെയൊക്കെ കരുതി അവർ ധനസമ്പാദന മാർഗങ്ങൾക്ക് വേണ്ടി, തൊഴിലിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയും മറ്റു നക്ഷത്രക്കാർ എത്തുന്നതിന് മുമ്പ് തന്നെ സ്വന്തമായിട്ടുള്ള ചില സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുകയും ഭൗതികമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സ്വന്തമാകുകയും ചെയ്യും. ഇത് ചിലപ്പോൾ മറ്റുള്ളവർ കളിച്ച് ഇറങ്ങി നടക്കുന്ന കാലഘട്ടമായിരിക്കും. അവർക്ക് അതിനോടൊപ്പം പോയി
ജോയിൻ ചെയ്യാനോ അങ്ങനെയുള്ള ആർഭാടങ്ങളിൽ ചുറ്റിയടക്കാനോ ആ ഒരു കാലയളവിൽ ചെറുപ്രായത്തിൽ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. കാര്യം ഈ സമയം ഇവരുടെ ജീവിതത്തിന്റെ മുതൽക്കൂട്ടുകൾ സ്വരൂപിക്കുന്ന ഒരു ടൈമായിരിക്കും. എന്നാൽ ഈ കളിപ്പരുവെല്ലാം കഴിഞ്ഞ് മറ്റുള്ളവര് പ്രതിസന്ധികളിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മുടെ മീനക്കൂറുകാര് ഒരു നല്ല നിലയിലേക്ക് എത്തിച്ചേരുകയും അവിടെ നിന്ന് അവർ ആഹ്ലാദത്തോടു കൂടി മുന്നോട്ട് പോവുകയും ചെയ്യും. ഇത് കേൾക്കുമ്പോൾ ചില മീനക്കൂറുകാര് ഇനിയും നല്ലൊരു സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാവില്ല. എവിടെയൊക്കെ വെച്ച് നിങ്ങൾ ആരെയൊക്കെ ആശ്രയിച്ച് അവിടെ ഇരുന്നു പോയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. ഇനിയും നിങ്ങൾക്ക് മുന്നിൽ സമയമുണ്ട്. നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്രത്തോളം നല്ലതല്ല. ഒരു വാർദ്ധക്യകാലമൊക്കെ എത്തിപ്പോയെങ്കിൽ പിന്നെ പറയാനില്ല. ചെറുപ്പം നിങ്ങളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും പൊരുതണം, മുന്നോട്ട് പോകണം. മൂന്നാമത്തെ കാര്യം പൊതുവിജ്ഞാനമുള്ളവർ എന്നുള്ളതാണ്. അതെ, മീനക്കൂറുകാർക്ക് പൊതുവിജ്ഞാനം നന്നായിരിക്കും. കാലാകാലങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങളെയെല്ലാം ഇവർ കൃത്യമായി കണ്ടറിയും. തങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവർ രേഖപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ പൊതുസമൂഹത്തിൽ ഇറങ്ങി സംസാരിക്കാനും പ്രവർത്തിക്കാനും ഇവർക്ക് ആർജവം ഉണ്ടാവും. നമ്മളൊരു പൊതു സമൂഹത്തിലേക്ക് ഇറങ്ങി നമ്മുടേതായ അഭിപ്രായം പറയുകയും നമ്മുടേതായ വഴികൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ആശയങ്ങൾക്ക് മറ്റുള്ളവരുടെ ഇടയിൽ സ്വാധീനം കിട്ടുകയും നമ്മൾ പതിയെ പതിയെ വളർന്ന് വരുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയും ചെയ്യുന്നത്. ഇവിടെ ഇവരുടെ വിജ്ഞാനവും ഇവരുടെ കഴിവും സമന്വയിക്കുമ്പോൾ ഇവർക്ക് നല്ലൊരു രീതിയിലുള്ള ഒരു പൊസിഷൻ, ഒരു കമ്പനിയിൽ നിൽക്കുകയാണെങ്കിൽ അവിടുന്ന് അതിനേക്കാളും മുകളിലേക്കുള്ള ഒരു സ്ഥാനത്തേക്ക് വളരാനൊക്കെ ഇവർക്ക് കഴിയും. തൊഴിലിലൊക്കെ ഇവർ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച് അതിനോടൊപ്പം ചേർക്കുന്നത് ഇവർക്ക് സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും ഒക്കെ കാരണമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ പൊതുവിജ്ഞാനം, കാര്യങ്ങൾ ആർജിച്ചെടുക്കാനുള്ള കഴിവൊക്കെ വളരെ പ്രശംസനീയമാണ്. രണ്ടാമത്തെ കാര്യം നേതൃസ്ഥാനം കൈക്കൊള്ളുന്നവർ എന്നുള്ളതാണ്. ചില സമയങ്ങളിൽ ഒരു പിന്നോക്കം വലിയൽ മീനക്കൂറുകാരിൽ കാണുമെങ്കിലും ഇവർ നേതൃസ്ഥാനം അലങ്കരിക്കാൻ ഗുണമുള്ളവരാണ്. കാര്യം മറ്റുള്ളവരെ നയപരമായിട്ട് നിലനിർത്താനും കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ അവതരിപ്പിച്ച് കയ്യടി നേടാനും മാത്രമല്ല മികച്ചതായ ആസൂത്രണം നടത്താനും ഇവർക്ക് കഴിയുന്നതാണ്. പലതിൻ്റെ നേതൃസ്ഥാനം ഇവർ അലങ്കരിക്കുമ്പോൾ അത്രയും നാളും വളരെ പ്രയാസത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഇവരുടെ കടന്നുവരവോടുകൂടി വളരെ ഗുണപരമായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നേരത്തെ നിരയിൽ ചിലപ്പോൾ ഇവർക്ക് അതൃപ്തി ഉണ്ടാക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം. അത് പേഴ്സണലായിട്ടുള്ള കാര്യമായിട്ട് എടുത്താൽ മതി. പക്ഷെ ഇവരുടെ ഈ ഗുണം കൊണ്ട് വലിയ വലിയ കമ്പനികളുടെ ടോപ്പിൽ എത്തിച്ചേരാനും തൊഴിലെടുത്ത് മികച്ച പൊസിഷനിലേക്ക് എത്തിച്ചേരാനൊക്കെ ഇവർക്ക് കഴിയുന്നുണ്ട്. മാത്രമല്ല രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ സാംസ്കാരിക രംഗങ്ങളിലും എല്ലാം ശോഭിക്കാനും ഇവർക്ക് ഇതുമൂലം കഴിയുന്നതാണ്. ഇനി ഒന്നാമത്തതും പരമപ്രധാനവുമായിട്ടുള്ള കാര്യമാണ് അടിപതറാത്ത ഈശ്വരവിശ്വാസവും പോരാട്ട വീര്യവും. ഒരു വ്യക്തിയെ ഈ ഭൂമിയിൽ ഏറ്റവും മികച്ചവരായിട്ട് മാറ്റുന്നത് അവരുടെ ഉള്ളിലുള്ള ഈശ്വരീയമായ ചിന്തകളാണ്. ഈശ്വരനോടൊപ്പം ചേർന്ന് അവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നന്മ നിറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അത് വേണ്ടുവോളം ഉള്ളവരാണ് മീനക്കൂറുകാർ. മാത്രമല്ല പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളർന്നിരിക്കുക എന്നുള്ളത് ഇവർക്കുള്ള ശീലമല്ല. ഇവർ പോരാട്ട വീര്യം നന്നായിട്ട് കാഴ്ചവെക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾക്ക് മുന്നിൽ ഇവർ കണ്ണടച്ച് കാതടച്ച് ഇരിക്കുന്ന ശീലങ്ങളൊന്നുമില്ല. ഇത് സംഭവിച്ചു പോയി, ഇനി ഇതിൽ നിന്ന് എങ്ങനെ കരകയറണം, ഇതിൻ്റെ പോംവഴികൾ എന്തൊക്കെയാണ് എന്ന് ഇവർ നിരന്തരം അന്വേഷിച്ചു കൊണ്ടിരിക്കും. നമ്മൾ പലപ്പോഴും കാണാറുണ്ട് തകർച്ചയുടെ പടുകുഴിയിലൊക്കെ വീണുപോയ പല മീനക്കൂറുകാരുമുണ്ട്. പക്ഷെ കുറച്ചു കാലത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് നമ്മൾ അവരെ കാണുമ്പോൾ അവർ ആ പ്രതിസന്ധികളിൽ നിന്നൊക്കെ കരകയറി നല്ലൊരു സ്ഥാനത്തേക്ക് വളരുന്നതാണ്. ഇതൊരു മാജിക്കായിട്ട് സംഭവിക്കുന്നതൊന്നുമല്ല. ഇവർ ആ പ്രശ്നത്തെ കൃത്യമായി വിലയിരുത്തി ഇതിൽ നിന്ന് താൻ എങ്ങനെ പുറത്ത് കടക്കും എന്നുള്ളതിനെ കുറിച്ച് ആസൂത്രണം ചെയ്ത് വ്യക്തമായ രീതിയിൽ അധ്വാനിച്ചാണ് മുന്നേറുന്നത്. അല്ലാതെ ഏതെങ്കിലും മോശപ്പെട്ട വഴികളിലൂടെ സഞ്ചരിച്ചിട്ടല്ല, അവർ കട്ടിട്ടോ മറ്റോ നേടിയെടുക്കുന്നതല്ല. ഇവരുടെ അധ്വാനശീലം, ഇവരുടെ ബുദ്ധി ഇത് ഉപയോഗിച്ചിട്ടാണ് ഇവർ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറുന്നത്. പലപ്പോഴും ഭാവിയെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണയുള്ളവർ പരമാവധി പ്രശ്നങ്ങളിൽ ചെന്ന് പെടാതിരിക്കാൻ ജാഗ്രത കൊടുക്കാറുണ്ട്. എന്തായാലും ഈശ്വരവിശ്വാസവും പോരാട്ട വീര്യവുമാണ് ഇവരുടെ ജീവിതത്തെ എപ്പോഴും പ്രകാശമാനമാക്കി തീർക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഞാൻ ഈ പറഞ്ഞ 10 കാര്യങ്ങളിൽ ചിലപ്പോൾ 7 കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുള്ളൂ. അത് ഗുണകരമാണ്. ഇനി മറ്റുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കടക്കാവുന്നതേ ഉള്ളൂ. ചിലർക്കൊരു 5 കാര്യത്തിന് താഴെ ഉണ്ടാവുള്ളൂ. അതും കുഴപ്പമില്ല. നമുക്കൊരു 7-8 കാര്യങ്ങളിലേക്ക് അധികം സമയം കിടക്കാതെ തന്നെ നമുക്ക് എത്തിച്ചേരാൻ കഴിയും. എന്നാൽ ഇതിൽ ഒരു കാര്യവും ഇല്ലാത്ത ചിലരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങളുടെ നക്ഷത്രം ഇതായിരിക്കില്ല, എന്തോ തരത്തിൽ നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ചു വെച്ചൊക്കെ ആയിരിക്കാം. ഇല്ലെങ്കിൽ ഇത്തരം ഒരു കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള മനസ്ഥിതി നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. അത് സാരാക്കേണ്ടതില്ല. നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാന പോയിന്റുകൾ ഇതൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതത്തിൽ ഒരു മാറ്റം വരുത്താനും അതിൽ നിന്ന് തന്നെ പുതിയ ചുവടുകൾ വെച്ച് വിജയത്തിലേക്ക് എത്തിച്ചേരാനും കഴിയുന്നതാണ്.
അതിനുള്ള നാന്ദിയാകട്ടെ ഈ വീഡിയോ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ ഹരിചന്ദ്ര മഠം. നമസ്തേ.